ബേബിനെ കാണാനേ അമ്മ വടു അവിടെ നിന്ന് ന്യൂസിലൻഡിന്ന് വടു ബേബിനെ കാണാൻ. എന്റെ ദൈവം. ഹലോ എൽമോസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ പറഞ്ഞാൽ ഞാൻ താമസിച്ചത് ഞാൻ നാട്ടിൽ പോകട്ടെ, അപ്പൊ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ പറയണത്. എനിക്ക് ഏറ്റവും വിഷമം, സങ്കടം, സന്തോഷം എന്തെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. കാരണം പോയി കഴിഞ്ഞാൽ അവൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും ഒരു ഊഹവും ഇല്ല കേട്ടോ. അവനെ കാണുമ്പോൾ പരിചയമില്ലായ്മ കാണിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ ഇന്ന് ഏകദേശം ഈ 2 ദിവസം കൊണ്ട് ഞാനൊരു 22 മണിക്കൂർ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിന്യൂസ്ലി അല്ലാതെ 5 മണിക്കൂർ, ചിലതിനൊക്കെ 2 മണിക്കൂർ ഗ്യാപ്പ് ഇടവിട്ട് 3 ഷിഫ്റ്റ് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. ഇതാരും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചൊന്നും അല്ല കേട്ടോ, ഞാൻ തന്നെ എടുത്തതാണ്. ഞാൻ അവെയർ ആയിട്ട് തന്നെ എടുത്തത് തന്നെയാണ്. പക്ഷെ എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് രാത്രി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു. അപ്പം രാവിലത്തെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, ഇന്നലത്തെ വീഡിയോ ഞാൻ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ രാത്രി എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അടുത്ത 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത മോർണിംഗ് ഷിഫ്റ്റിന് പോകണതാണ് നിങ്ങളിങ്ങനെ എന്നെ ഈ വിഷമത്തോടെ കാണുന്നത്. കാരണം എനിക്ക് നാട്ടിൽ പോകാൻ അടുക്കും തോറും ഞാൻ നാട്ടിൽ പോകണമെന്ന് ഞാൻ പിന്നെ പറയാട്ടോ, അല്ലെങ്കിൽ ഞാൻ എത്തിയിട്ട് പറയാട്ടോ. കാരണം കുറേ പേർക്കും അറിയില്ല ഞാൻ നാട്ടിൽ എപ്പോഴാണ് പോകണേന്ന്. പക്ഷെ കുറേ പേർക്കും അറിയുകയും ചെയ്യും. അതായത് എൻ്റെ വീട്ടിലുള്ളവർക്ക്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും എൻ്റെ ഡേറ്റ് വരെ അറിയാമെന്ന് തോന്നുന്നു. ഞാൻ അത്രയും പ്രാവശ്യം ഞാൻ എക്സൈറ്റഡ് ആയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഇവിടെ ഓട്ടമൊക്കെ ആയതുകൊണ്ട് നിലയൊക്കെ കൊഴിഞ്ഞിട്ടോ എന്താ ജോലിക്ക് പോട്ടോ. പിന്നെ തിരക്ക് കാരണം ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ടാറ്റാ ബൈ ബൈ, സീ യു.